വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിപണികളെല്ലാം സജീവമാണ്. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്ന് തിയോഫിനാണ് ഉള്ളത്. തിയോഫിൻ, കൊച്ചിയിലെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. കണിയൊരുക്കാനുള്ള തിരക്കിലാണ്. വിപണികളൊക്കെ സജീവമാണ്. വലിയ തിരക്കുണ്ടോ നഗരത്തിൽ? തീർച്ചയായും രാത്രി തന്നെ എല്ലാവർക്കും കണിയൊരുക്കി വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള ഒരു തിടുക്കത്തിലാണ് ആളുകൾ. അതായത് ഉത്രാടപ്പാച്ചിൽ നമ്മൾ ഓണത്തിന് പറയാറുള്ളത് പോലെ തന്നെ വിഷു തലേന്നുള്ള ഒരു തിരക്കിലാണ് ജനം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിലെ തിരക്ക് നമുക്ക് തന്നെ കാണാം. ഇവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത. അത് പഴങ്ങളാകട്ടെ, പച്ചക്കറികളാകട്ടെ, തുണികളാകട്ടെ, വിഷുക്കണി വയ്ക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങളാവട്ടെ, അത് പ്ലാസ്റ്റിക്കുള്ള ഐറ്റങ്ങൾ, അങ്ങനെ അതായത് ഒരുവിധം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ബ്രോഡ്വേ. അവിടെ എല്ലാ തരം, അതായത് കടകളുണ്ട്, പുറത്ത് തട്ടുകടകളിൽ വിൽക്കുന്ന അങ്ങനത്തെ വിൽപ്പനയുണ്ട്, എല്ലാ തരത്തിലുള്ള തുണികളകൾ, മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ നമുക്ക് ഈ വശത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം നിറയെ ഇത് പ്ലാസ്റ്റിക് ചൈനീസ് കൊന്ന പൂവുകൾ, കണിക്കൊന്ന. കാരണം കണിക്കൊന്നയ്ക്ക് ഒരു ക്ഷാമമുള്ളൊരു സമയം കൂടിയാണ് നമുക്കറിയപ്പോൾ. കൊന്നകളെല്ലാം നേരത്തെ പൂത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ വിഷുക്കണി വയ്ക്കാനായി പൂത്ത കൊന്നകളിൽ പലതിലും ഈ കൊന്നപ്പൂ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ആ സമയത്ത് വലിയൊരു ആശ്വാസം ഈ പൂക്കളാണ്. കൃത്രിമമായി നിർമ്മിച്ച ഈ പൂക്കൾ പ്രത്യേകതരം ഒരു തുണിയും പ്ലാസ്റ്റിക്കിൻ്റെ ഇരകളും ഒക്കെ ചേർന്നിട്ടുള്ള പൂക്കളാണിത്. കാണാൻ തന്നെ യഥാർത്ഥ കൊന്നപ്പൂ പോലെ തന്നെ വളരെ മനോഹരമായ നിറങ്ങളുള്ളതാണ്. അതോടൊപ്പം കൃഷ്ണ രൂപങ്ങളുണ്ട്. തിയോഫൻ, സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പറയാറുണ്ട്, ഈ ഏപ്രിൽ എത്തുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുൻപ് തന്നെ കണിക്കൊന്ന പൂത്തു നിൽക്കും. വിഷു അടുക്കാറാവുമ്പോൾ കണിക്കൊന്ന കിട്ടാനേ ഇല്ല എന്ന്. കാരണം ആ ദിവസങ്ങളിലൊക്കെ ആളുകൾ അത് വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും കണി ഒരുക്കുന്നതിന് വേണ്ടി. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വിപണിയിലേക്ക് എത്തുന്നത്. ഇത്തവണ ആ കാഴ്ചകൾ ഇപ്പോൾ തിയോഫിൻ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. തീർച്ചയായും. അതായത് മുൻ വർഷങ്ങളിൽ, പഴയ കാലത്ത് നമ്മൾ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നത് കൊന്നയിൽ നിന്നുള്ള പൂക്കൾ ആളുകൾ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൊന്ന കുറച്ചധികം നേരത്തെ പൂക്കുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രയാസം, അല്ലെങ്കിൽ ഈ അവസാനവട്ട സമയത്ത് കൊന്നപ്പൂ കിട്ടേണ്ട സമയത്ത് പലപ്പോഴും കൊന്ന മരങ്ങളിൽ പൂക്കൾ തീർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതായത് അത് ആളുകൾ കൊണ്ടുപോകുന്നതുകൊണ്ടല്ല, കഴിഞ്ഞ ഒരു 4-5 വർഷമായി നമ്മൾ കാണുന്നൊരു സാഹചര്യം. എന്തോ കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ടായിരിക്കണം വളരെ നേരത്തെ കൊന്നകൾ പൂക്കുകയും ഡിസംബർ മുതൽ തന്നെ പലപ്പോഴും നമുക്ക് നാട്ടിൽ കൊന്നപ്പൂക്കൾ കാണാൻ തുടങ്ങിയിരുന്നു. ആ പൂക്കളൊക്കെ ഇപ്പോൾ ഏകദേശം പല കൊന്ന മരങ്ങളിലും പൂക്കൾ അവസാനിച്ചത് ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കൊന്ന പറിച്ചെടുക്കാനായി ഈ പൂക്കൾ കിട്ടാത്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഈ പൂക്കൾ ആളുകൾ കൂടുതൽ വാങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ കണിക്കൊന്നയ്ക്ക് വെക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കണി വെക്കാൻ ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും, വർണ്ണ നിറങ്ങളുള്ള സാധനങ്ങളുണ്ട്, കണ്ണാടികളുണ്ട്. ഈ കണി വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, വിഷുക്കണിക്ക് ഒരുക്കുന്ന സാധനങ്ങളോടൊപ്പം ഒരു ആറന്മുള കണ്ണാടി വെക്കുന്നുണ്ട്. അപ്പോൾ ആറന്മുള കണ്ണാടി കിട്ടുന്നില്ലെങ്കിൽ അതിനോടൊപ്പം അതേ രൂപത്തിലുള്ള കണ്ണാടികളുണ്ട്. അത്തരത്തിലുള്ള കണ്ണാടികളാണ് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. കൃഷ്ണൻ്റെ രൂപമുണ്ട്. ഇതെല്ലാം കണിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. നമുക്ക് ഇവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നമുക്കിവിടെ ഈ വിൽപ്പന നടത്തുന്ന കടയിൽ ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കാം. ഇതുണ്ടോ കണി ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും, അത് മാത്രം മതി അവളെ, അത് 50 രൂപ. വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള എല്ലാവിധ ഐറ്റങ്ങളും വിഷുക്കണിക്ക് ഒരുക്കാനുള്ള ഒരു അങ്ങറ്റം നമുക്ക് ആ പാക്കറ്റിൽ കാണാം. മഞ്ചാടിക്കുരു, കുന്നിക്കുരു, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെറിയ പാക്കറ്റിലാക്കി അതുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ മറ്റ് പലയിടങ്ങളിൽ നിന്നായി. അതായത് ഈ ബ്രോഡ്വേയിലെ ഒരു പ്രത്യേകത, ഇവിടെ എത്തുന്ന ആളുകൾക്ക് പല ഭാഗങ്ങളിൽ നിന്നായി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വിഷുക്കണി ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളുമായി വൈകുന്നേരം വീട്ടിലേക്ക് പോകാം. വൈകുന്നേരം കണി ഒരുക്കി കഴിഞ്ഞാൽ പുലർച്ചെ വിഷുക്കണി കാണാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്താനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വലിയ തിരക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ വിഷുക്കണിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ മാത്രമല്ല, വാങ്ങാൻ വരുന്ന ആളുകൾ കൂടിയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, അതെ ഇവിടെ തന്നെ, എറണാകുളം തന്നെ. അടുത്ത് തന്നെയുള്ളവരാണ്. അവർ വിഷുക്കണിക്കുള്ള ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ്. ഇനി ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടോ? അതെ, വിഷുവിൻ്റെ കണിയൊരുക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു.
ഓക്കെ, വിഷുവിനുള്ള പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങൾ ആണ് അവർ വാങ്ങുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ കടയിലേക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും ആ കടയിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കണ്ടതാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. വിഷുക്കണി ഒരുക്കുന്നതിനുള്ള കൃഷ്ണരൂപം, അതോടൊപ്പം മറ്റ് അലങ്കാരങ്ങൾ, മഞ്ചാടിക്കുരു, കുന്നിക്കുരു, അത്തരം സാധനങ്ങൾ, പാത്രങ്ങൾ, കൊന്നപ്പൂ, യഥാർത്ഥ കൊന്നപ്പൂ ഇല്ലാത്തതുകൊണ്ട് ആർട്ടിഫിഷ്യൽ പൂക്കൾ, ആ പൂവ്, അതോടൊപ്പം തന്നെ ആ കണി ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വയ്ക്കുന്നതിനുള്ള മറ്റ് ഈ അലങ്കാര തുണികൾ, അതെല്ലാം ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. മയിൽപ്പീലുകളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും അതിനടുത്ത് സമീപത്ത് തന്നെ നമുക്ക് ചുറ്റുവട്ടത്ത് വരവേൽക്കാൻ കൊച്ചി നഗരം ഇന്ന് ഈ ഒരുങ്ങി കഴിഞ്ഞു.